ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 11-ാം തീയതി നമ്മുടെ NTPCൻ്റെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നിരന്തരം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, സാറേ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ. അതായത് നമുക്ക് അതിനുശേഷം ഒരു വീഡിയോ കാര്യങ്ങൾ അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു മാറ്റം അതിലുണ്ട്. നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുന്നത് 23-ലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടേതല്ലാത്ത ചെറിയൊരു പ്രശ്നം സൈഡിൽ വന്നതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴ്സ് അല്ല, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ആപ്ലിക്കേഷൻ നിന്ന് മാറിയിട്ട് പുതിയ ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാം കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പ്ലേ സ്റ്റോറിലേക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ വെരിഫിക്കേഷനിൽ സാധാരണ വരുന്നതിനേക്കാളും കുറച്ച് അപ്പുറത്തേക്ക് ഒരു ഡിലേ, എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞത് നമ്മൾ ശരിയാക്കി വന്നപ്പോഴേക്കും കുറച്ചൊരു സമയം നീണ്ടുപോയി. അതുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ അന്ന് ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് കുട്ടികൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ താഴെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. കാരണം നമുക്ക് നോക്കുക, നമ്മളെ ക്ലാസ് ഷെഡ്യൂളൊക്കെ നമുക്ക് റെഡിയാണ്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം നമ്മുടെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂളിനെ പറ്റി ഒന്ന് പറയാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാൽ 22-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻട്രൊഡക്ഷനാണ് 22, 23 മുതലാണ് പെർസെൻറ്റേജ് പാർട്ട് 1 മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ അങ്ങോട്ട് എല്ലാ ദിവസവും ശനി ഞായറും പിന്നെ ബാക്കിയുള്ള പബ്ലിക് ഹോളിഡേ വെച്ച് ബാക്കി എല്ലാ ദിവസവും നമുക്ക് വൈകുന്നേരം 6 to 8 വരെ ക്ലാസ്സുകൾ ഉണ്ടാവും. ചില ക്ലാസ്സുകൾ 2 മണി മുതൽ 4 മണി വരെയാണ്, ചില ക്ലാസ്സുകൾ 6 മണി മുതൽ 8 മണി വരെയാണ് കേട്ടോ. ഷെഡ്യൂൾ എല്ലാം റെഡിയാണ്. നോക്കിയേ, ലാസ്റ്റ് 31-ാം തീയതി ലാസ്റ്റ് 4ാമത്തെ മോക്ക് ടെസ്റ്റും അതിൻ്റെ ഡിസ്കഷനോടും കൂടി നമ്മുടെ കോഴ്സ് അവസാനിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ കോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചത് തന്നെയായിരുന്നു. പക്ഷേ നമ്മുടേതല്ലാത്തൊരു ചെറിയ പ്രശ്നം കൊണ്ട് നമുക്കൊരു ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അവൈലബിൾ ആക്കുകയാണ്. നമ്മുടെ വെബ്സൈറ്റ് റെഡിയാണ് കേട്ടോ. നമ്മുടെ വെബ്സൈറ്റ് sscmalayali.com എന്ന വെബ്സൈറ്റ് റെഡിയാണ്. ആ വെബ്സൈറ്റ് വഴി കയറിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ നമ്മുടെ വെബ്സൈറ്റ് വഴി കയറുമ്പോൾ, അതായത് ലാപ്ടോപ്പ് വഴി PC വഴിയൊക്കെ നിങ്ങൾ sscmalayali.com എന്ന വെബ്സൈറ്റ് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ മുകളിൽ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓർഗനൈസേഷൻ കോഡും പിന്നെ യുവർ മൊബൈൽ നമ്പറും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യും. ഓർഗനൈസേഷൻ കോഡ് WebRMC എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വന്ന് കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കുക, അതിൽ OTP കൂടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിലോട്ട് കയറിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു തമ്മിലുള്ളൊരു കോഴ്സ് അതിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. 99 rupees വരുന്നത്. അപ്പോൾ ആ കോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമ്മുടെ ഐഫോൺ യൂസേഴ്സിന് നമ്മൾ ഇത്രയും കാലം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വെബ്സൈറ്റ് വഴി മാത്രമാണ്. അപ്പോൾ അവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ഐഫോണിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കൊരു 2 മാസം കൊണ്ട് നമ്മളെ വരുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് കോഴ്സ് കാണാനുള്ള ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് കേട്ടോ. അതായത് നിങ്ങൾ ഐഫോൺ യൂസേഴ്സ് ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ അവിടെ ഓർഗനൈസേഷൻ കോഡ് ഉണ്ടാവും. ആ ഓർഗനൈസേഷൻ കോഡിൻ്റെ അവിടെ WebRMC എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ SSC മലയാളിൻ്റെ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് എങ്ങനെയാണോ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർഫേസിലായിരിക്കും നിങ്ങൾ കയറാൻ പോകുന്നത്. അതായത് ആൻഡ്രോയിഡിൽ എങ്ങനെയാണോ ഒരു കുട്ടി SSC മലയാളി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്, അതേ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഫോണിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് WebRMC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴി കയറാൻ വേണ്ടത്. നമ്മൾ സ്വന്തമായിട്ടുള്ള ആപ്ലിക്കേഷൻ 2 മാസം കൊണ്ട് ലൈവായി വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് കുട്ടികൾ കാണുന്നത് അതുപോലെ തന്നെ ക്ലാസ്സുകൾ കാണാനും ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. നിങ്ങൾക്ക് പഴയപോലെ തന്നെ വെബ്സൈറ്റ് വഴി കയറിയിട്ട് കാണാനുള്ള ഓപ്ഷനും രണ്ടും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതായത് വെബ്സൈറ്റ് വഴി ക്ലാസ്സുകൾ കാണാം, പിന്നെ ആപ്പ് സ്റ്റോറിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയും കാണാം. നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന് മാത്രമാണ് ഇപ്പോൾ ഒരു ഡിലേ വന്നിട്ടുള്ളത്. അതും നമ്മൾ 2 ദിവസം കൊണ്ട് റെഡി ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ ക്ലാസ് 22-ന് ഇൻട്രൊഡക്ഷനും 23-ന് റെഗുലർ ക്ലാസ്സുകളും നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കോഴ്സ് കയറി പർച്ചേസ് ചെയ്യുക. നമ്മൾ ഈ നേരത്തെ കാണിച്ച ഷെഡ്യൂളൊക്കെ അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഷെഡ്യൂൾ വഴിയായിരിക്കും ക്ലാസ്സുകളെല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ കോഴ്സുകൾ പോയിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുള്ള മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി കയറുമ്പോൾ ഈ WebRMC എന്നാണ് കോഡ്. നമ്മൾ എവിടെ നമ്മളെ കോഡ് ചോദിച്ചാലും നിങ്ങൾ കൊടുക്കേണ്ടത് WebRMC എന്നാണ്. നമ്മൾ വെബ്സൈറ്റ് കയറുമ്പോൾ കോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി കോഡ് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റെഡി ആകുമ്പോഴും അവിടെയും കോഡ് വന്ന് കിടക്കുന്നുണ്ടാവും. പക്ഷേ മൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഈ കോഡ് ടൈപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് കയറുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഡാണ് WebRMC എന്ന് പറയുന്നത്. ആ കോഡ് വെച്ച് നിങ്ങൾക്ക് കയറിയിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ. പിന്നെ കൂടാതെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ SSC മലയാളിയുടെ 1ാം വാർഷികമാണ് ഇന്ന്. ഇത് കഴിഞ്ഞ ഡിസംബർ 18-നാണ് നമ്മൾ SSC മലയാളി ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് ഇന്നത്തേക്ക് അത് 1 year ആയി. പിന്നെ നമ്മൾ ക്രിസ്മസ് വരുന്നുണ്ട്, ന്യൂ ഇയർ വരുന്നുണ്ട്. ഇതെല്ലാം കൂടി വെച്ചിട്ട് നമ്മളൊരു കുട്ടികൾക്കൊരു പുതിയ ഓഫർ കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ SSC CGL CHL CPUൻ്റെ റെക്കോർഡ് ക്ലാസ്സിൻ്റെ കോഴ്സ് ശരിക്കും നമ്മൾ ഓൾറെഡി 3500 കോഴ്സായിരുന്നു. അത് 1999 രൂപക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അത് നമ്മുടെ വാർഷികം പ്രമാണിച്ച് വീണ്ടും അത് ഡിസ്കൗണ്ട് 1000 രൂപക്ക്, അതായത് 50% വീണ്ടും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് ഡിസംബർ 31 വരെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കൂടാതെ നമ്മുടെ ഫുൾ കോഴ്സുകളായിട്ടുള്ള SSC MTSGD ഇപ്പോൾ നിങ്ങൾക്കറിയാം ഫെബ്രുവരിയിലൊക്കെ
പരീക്ഷ വരുന്നുണ്ട് എം ടി എസ് അല്ല GD പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇനി ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങാനുള്ള സമയം കാര്യങ്ങളൊന്നുമില്ല, ക്രാഷ് കോഴ്സ് പോലത്തെ ഒരു സമയമേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള MTS GDയുടെ റെക്കോർഡർ ക്ലാസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇപ്പോൾ വെറും 1500 കോഴ്സ് വെറും 750 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഇനി ആരെങ്കിലും സ്റ്റെനോഗ്രാഫറിൻ്റെ ക്ലാസ്സാണ് വേണ്ടതെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അതും 750. അതായത് നമ്മുടെ എല്ലാം ഫുൾ കോഴ്സുകൾ SSC CGL MTS GD അതുപോലെ സ്റ്റെനോഗ്രാഫർ ഈ 3 കോഴ്സുകളും ഇപ്പോൾ ഉള്ള റേറ്റിൻ്റെ 50% ഓഫറിന് നിങ്ങൾക്ക് ഡിസംബർ 31 വരെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പല ആളുകൾക്കും ചിലപ്പോൾ ലൈവ് ക്ലാസ് ആയിരിക്കും വേണ്ടി വരിക. SSC CGLൻ്റെ ലൈവ് ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഒട്ടും പേടിക്കേണ്ട. അടുത്ത മാസം, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ ജനുവരി 18, 19, 20 ഈ 3 തീയതികളിലാണ് Tier 2 പരീക്ഷ കഴിയുന്നത്. ആ Tier 2 പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ജനുവരി ലാസ്റ്റ് വീക്കിലേക്കായിട്ട് നമ്മുടെ CGL CHL ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ഡിസംബറിൽ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തേക്കുള്ള ക്ലാസ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ മതി എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിന് ഒരു 1 മന്ത് കൂടെ വെയിറ്റ് ചെയ്താൽ മതി. നമ്മളത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ പുതുതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ പഴയതിൽ നിന്ന് മാറ്റി പുതിയ രീതിയിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കുക. അതിൻ്റെ PDF എല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ ടെലഗ്രാം ചാനലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനിയെല്ലാം പഴയതൊക്കെ ഓൺലൈൻ അടിമുടി മാറി പുതിയ രീതിയിലോട്ട് മാറാൻ പോവുകയാണ്. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ CGL CSL ഓഫ്ലൈൻ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പർ ഞാൻ കൊടുക്കാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8089445590 അല്ലെങ്കിൽ 8089447765. ഈ 2 നമ്പറിൽ കോൺടാക്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതായത് നമ്മുടെ കോഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സിനെ പറ്റിയോ ഓൺലൈൻ കോഴ്സിനെ പറ്റിയോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ളവർ NTPCൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ളവർ ഉടനെ തന്നെ പർച്ചേസ് ചെയ്യുക. ഷെഡ്യൂളെല്ലാം റെഡിയാണ്. ക്ലാസ്സുകളിൽ നല്ല ഹൈ ക്വാളിറ്റി തന്നെ ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും, ഒരു സംശയം ആ കാര്യത്തിലില്ല. നമ്മുടെ പുതിയ ആപ്ലിക്കേഷനിലായിരിക്കും ക്ലാസ്സുകളെല്ലാം വരുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട ആളുകൾ ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ലൈവ് അല്ലാന്നേ ഉള്ളൂ. നമ്മുടെ വെബ്സൈറ്റ് വഴി കയറുക. വെബ്സൈറ്റ് വഴി കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മൊബൈൽ വഴി കയറുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മുകളിൽ ലോഗിൻ എന്ന ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അവർ ചെയ്യേണ്ടത് മുകളിൽ ക്രോമിൽ പോയിട്ട് ഡെസ്ക്ടോപ്പ് വ്യൂ കൊടുത്തതിന് ശേഷം മാത്രമേ ലോഗിൻ ഓപ്ഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ലാപ്ടോപ്പ് PC കയറുന്ന ആൾ കുഴപ്പമില്ല, ഓൾറെഡി ലോഗിൻ ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ മൊബൈൽ വഴി കയറുന്ന ആളുകൾ ഡെസ്ക്ടോപ്പ് വ്യൂ കൊടുത്തതിന് ശേഷം മാത്രമേ ലോഗിൻ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ. 2 ദിവസം കൊണ്ട് എന്തായാലും നമ്മുടെ ആപ്ലിക്കേഷനും റെഡിയാവും. അത് നമ്മൾ നമ്മുടെ ചാനൽ വഴി, യൂട്യൂബ് ചാനൽ വഴിയൊക്കെ അതും അറിയിക്കും. പിന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ വീണ്ടും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വഴി ക്ലാസ്സുകൾ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഇനി അധികം വേസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല. ഏപ്രിൽ മാസത്തിലൊക്കെ എക്സാം നടക്കുമെന്നാണ് ഇപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് നമുക്കിനി വെറും 3-3.5 മാസം സമയമുള്ളൂ. അപ്പോൾ അധികം സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ശരിക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്നല്ലാത്ത ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു ഡിലേ സംഭവിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രശ്നം കേട്ടോ. അപ്പോൾ എല്ലാവരും കോഴ്സ് പർച്ചേസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.